യുവവാണി. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണി പരിചയപ്പെടുത്തുന്നത് യുവ കലാകാരി നന്ദനാദേവി രാജേഷിനെയാണ്. നന്ദനയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നന്ദനയെ സ്വാഗതം ചെയ്യാം ഈ പരിപാടിയിലേക്ക്. ഒപ്പം യുവവാണിയുടെ ശ്രോതാക്കൾക്കും സ്വാഗതം. നന്ദന, സ്വാഗതം. നമസ്കാരം. നമ്മള് യുവവാണിയില് എല്ലാ ആഴ്ചയും യുവ കലാകാരന്മാരെ അല്ലെങ്കിൽ കലാകാരികളെ പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇന്ന് ഈ സീറ്റിൽ ഇരിക്കുന്നത് നമ്മുടെ നന്ദനയാണ്. നന്ദന എന്താണ് ചെയ്യുന്നത്? അതിൽ തന്നെ തുടങ്ങാം. ഞാൻ ആലുവ സ്വദേശിനിയാണ്. ഞാനിപ്പോൾ ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. BAMS ആയുർവേദം, ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. അവിടെ എങ്ങനെയാണ് പഠിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ കലയെ കൂടെ കൊണ്ടുപോകാനുള്ള അവസരങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. അവിടെ പ്രോഗ്രാമുകൾ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു കോളേജാണ്. അപ്പൊ ഡാൻസ് ആയാലും പാട്ടായാലും രണ്ടും ഒരുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അവിടുത്തെ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ കോളേജിന്റെ ഡയറക്ടർ തന്നെ നല്ല കലയോടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഡാൻസും പാട്ടൊക്കെ ഒത്തിരി നന്നായിട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കോളേജിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ നന്ദന എന്തൊക്കെയാണ് ചെയ്യുന്നത്? എനിക്ക് പാട്ട് പാടാൻ നല്ല ഇഷ്ടമാണ്. അപ്പൊ പാട്ടെന്ന് പറയുമ്പോൾ റെസിറ്റേഷൻ, മാപ്പിളപ്പാട്ട്, പിന്നെ മലയാളം ഫിലിം സോങ്, ഹിന്ദി ഫിലിം സോങ്, പിന്നെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടം തന്നെ സംസ്കൃത ശ്ലോകമൊക്കെ പാടാൻ നല്ല ഇഷ്ടമാണ്. ഇപ്പൊ ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ സംസ്കൃതമാണ് മെയിനായിട്ട്. അതുകൊണ്ട് തന്നെ സംസ്കൃത ശ്ലോകങ്ങളോട് നല്ല ഇഷ്ടമുണ്ട്. അപ്പൊ ഞാൻ ഈ സ്കൂൾ ടൈമിൽ കലോത്സവത്തിനും ഇപ്പൊ ഞങ്ങളുടെ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ മെഡിക്കൽ കലോത്സവത്തിനൊക്കെ പോകുന്നത് റെസിറ്റേഷന് തന്നെയാണ്. അപ്പോൾ സംസ്കൃത പദ്യപാരായണവും ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. നമ്മൾ പഠിക്കുന്ന ഒരു വിഷയത്തിന്റെ ഭാഗമായി ഉണ്ടായ ഇഷ്ടമാണോ അത്? ശരിക്കും പറഞ്ഞ സ്കൂൾ ടൈമില് സംസ്കൃതത്തിനോടുള്ള ഇഷ്ടം കാരണം ആയുർവേദം എടുത്തതാണ്. ഞാൻ സംസ്കൃതമാണ് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ 4ാം ക്ലാസ് തൊട്ടേ സംസ്കൃതമാണ്. ഞാൻ പഠിച്ച സ്കൂൾ CBSE സ്കൂള്, രാജശ്രീ സ്കൂള്. അവിടെ 4th സ്റ്റാൻഡേർഡ് തൊട്ട് സംസ്കൃതം ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ സംസ്കൃതത്തിനോട് ഇഷ്ടം കാരണം ഞാനിങ്ങനെ എന്ത് ഫീൽഡിലേക്ക് തിരിയണം എന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് എൻ്റെ സംസ്കൃതം മിസ് തന്നെയാണ് പറഞ്ഞത് ആയുർവേദം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം അതിൽ ആയുർവേദം എന്ന ശാസ്ത്രവും പഠിക്കാം, ഒപ്പം സംസ്കൃതം എന്നുള്ള ഭാഷയും ഒത്തിരി നന്നായിട്ട് മനസ്സിലാവും, അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ആയുർവേദത്തിലേക്ക് വന്നതാണ് ഞാൻ. ശരി. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള സംസ്കൃതം എന്ന ഭാഷയിലുള്ള ഒരു ശ്ലോകം തന്നെ നമുക്ക് പാടി തുടങ്ങാം. തീർച്ചയായിട്ടും. ആദിശങ്കരാചാര്യ എഴുതിയ ശ്ലോകമാണ് സൗന്ദര്യലഹരി. ശിവ ശക്ത്യാ യുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യഃ പ്രഭവതി തനീയാൻ സംപാൻസും തവ ചരണപങ്കേരുഹഭവം വിരിഞ്ചി സഞ്ജിന്വൻ വിരചയതി ലോകാനവികലം വഹത്യേനം ശൗരീ കഥമപി സഹസ്രേണ ശിരസാ ഹരഃ സംക്ഷുദ്ദൈനം ഭജതി ഭസിതോ ധൂളനവിധിം അവിദ്യാനാമന്ദസ്ഥിമിരമിഹിര ദ്വീപനഗരേ ജഡാനാം ചൈതന്യ സ്ഥപകമകരന്ദശ്രുതിച്ഛരീ ദരിദ്രാണാം ചിന്താമണിഗുണനികാ ജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്രാ മുരരിപുവരാഹസ്യ ഭവതി ത്വദന്യഃ പാണിഭ്യാമഭയവരദോ ദൈവതഗണാ ത്വമേകാ നൈവാസി
प्रकटितवराभीत्यभिनय भयात्रातुं धातुं फलमपि च वाञ्छा समधिगम् शरण्ये लोकानां तव हि चरणावेव निपुणौ हरिस्त्वामाराध्य प्रणतजनसौभाग्यजननीम् पुरा नारी भूत्वा पुररिपुमपि क्षोभमनयत् स्मरोऽपि त्वां नत्वा हृदि नयनलेहेन वपुषा मुनीनामप्यन्दः प्रभवति हि मोहाय महता. മനോഹരായിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ പാടുന്നത് സാധാരണ? ആദ്യത്തെ കോമ്പറ്റീഷന് ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഇത് ആദ്യമായിട്ട് ചൊല്ലിയത്. അന്ന് നന്നായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചിരുന്നു, നന്നായിട്ട് അർത്ഥങ്ങളൊക്കെ എല്ലാം നോക്കിയിരുന്നു. പിന്നീട് ഇത് തന്നെയാണ് ഞാൻ കലോത്സവം, ഞങ്ങളുടെ CBSE കലോത്സവത്തിന് 9th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് എനിക്ക് ഇത് ചൊല്ലിയിട്ട് എനിക്ക് 2nd പ്രൈസ് കിട്ടി. പിന്നെ ഈ ആയുർവേദത്തിന് വന്നതിന് ശേഷം ഞാൻ നാഷണൽ ലെവൽ അമൃത ആയുർവേദ കോളേജിന്റെ ഒരു ഇന്റർ കോളേജ് സാൻസ്ക്രിറ്റ് റെസിറ്റേഷൻ കോമ്പറ്റീഷനും ഇതേ സൗന്ദര്യലഹരി ചൊല്ലി എനിക്ക് ഫസ്റ്റും കിട്ടിയിരുന്നു. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്കൃത ശ്ലോകം തന്നെയാണ്. അപ്പൊ ഭയങ്കര ഇഷ്ടമാണത്. നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു ഇതല്ലേ ഭയങ്കരമായിട്ട്. അന്ന് ആദ്യമായിട്ട് 8ാം ക്ലാസ്സിൽ ഇത് ചൊല്ലിയപ്പോ അത് ആദിശങ്കര ജയന്തിയോടനുബന്ധിച്ച് കാലടിയിൽ നടന്നൊരു പ്രോഗ്രാമിനാണ് ചെയ്തത്. അന്ന് എനിക്ക് 3rd ആയിരുന്നു, പിന്നെ 2nd, പിന്നെ 1st എന്ന പോലെ ആ രീതിയിൽ എനിക്ക് ഇതിന് സമ്മാനം കിട്ടിയിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷാണ്. ഇതിൽ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്ത് ചൊല്ലുമ്പോഴും അതേത് ഭാഷയാണെങ്കിലും മോഡുലേഷൻ ഒരു വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അല്ല ദൈവ തകണ എന്ന് പറയുമ്പോ അത് ഉടനെ തന്നെ അതിലൊരു ഡിവിനിറ്റി വന്നു. അതുവരെ വളരെ ഉറപ്പിച്ച് പാടിയിരുന്നത് അല്പം ഒന്ന് അലിവോടെ പാടാൻ തുടങ്ങി. എനിക്ക് ഇതിന്റെ പൂർണ്ണമായി അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പോലും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു നന്ദനയുടെ പാട്ടുകൊണ്ട്. അപ്പോ ഇനി എന്താണ് പാടാൻ പോകുന്നത്? ഞാനൊരു മാപ്പിളപ്പാട്ട് പാടാം. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ പഠിച്ചതാണ്. മാർക്കോസ് സാറുടെ ഒരു പ്രശസ്തമായൊരു മാപ്പിളപ്പാട്ടാണ്. ശരി. സംകൃതപമഗരി തങ്കത്തുങ്കത്ത ധിങ്കിണ തിംകൃത തിമിക്കിട്ട മേളം തഗധം തരി സരിഗമ തക്കിടജത്തത്തി തിങ്കിണ ദിംധിമി താളം കൃത താളം സംകൃതപമഗരി തങ്കത്തുങ്കത്ത ധിങ്കിണ തിംകൃത തിമിക്കിട്ട മേളം തഗധം തരി സരിഗമ തക്കിടജത്തത്തി തിങ്കിണ ദിംധിമി താളം കൃത താളം സംകൃതമോടി തിരു സ്വർഗനഗർക്കെ കഞ്ചത്തെ സുന്ദര ഹുറിന്നി സച്ചിത്തിരമുത്തൊരു കഞ്ചത്തെ വിൺകതിരോ വിൻ പഴങ്കതിരോ നിൻ മുഞ്ചത്തെ വിണ്ടിടുൾ മുടിവര സംഗതി കൊണ്ടൊരു ചഞ്ചത്തെ ഒന്നൊന്നേ മുടി വണ്ടിറ കൊത്ത കറുപ്പു പെരുപ്പും മിന്നുന്നേ മുടഞ്ഞിട്ട കുനിത്തത് കെട്ടഴിച്ചിട്ടാൽ പിന്നുന്നേ അണ്ണ പെടുൾ നടപടി വരെ സുത്ത കമനി വള്ളവൊത്ത മിക്കാനുസലം വട്ടത്തളി വതർ വട്ടത്തിരുമുഖം തകതകജം തങ്കത്തായ് തിങ്കിണ കൃതി കീട്ട സംസരിതം കില്ല തകധീമി താളം കൃത ജുഞ്ചുമൃതം സ്വർഗതലമിലെ പല ധുനി കള്ളിച്ചിരി കുള്ളലികൾ സംകൃത പമഗരി തങ്കത്തുങ്കത്ത ധിങ്കിണ തിംകൃത തിമിക്കിട്ട മേളം തകധം തരി സരിഗമ തക്കിടജത്തത്തി തിങ്കിണ തിംധിമി താളം കൃത താളം ചെമ്പകമലർതുടി ചെപ്പിപ്പിടിയോ കവിൾ തടം ഇമ്പമുള്ള അതിശയവാക്കും തിരുചെഞ്ചലിൽ മികവർണ്ണ പിട്ടയ വട്ട സുർമക്കണ്ണ കുഞ്ചിച്ചരിച്ച വിട്ടും നോക്കും പൊൻപവിഴമേ ചുണ്ടും മുത്തണി വെത്ത വിധം പല്ലും അമ്പുടെ കണവാർന്ന മൂക്കും മനം പൊങ്ങിടും ജിണവലി ഉഗ്രശങ്കും നാണിക്കുന്നേ സംകൃത ധ്വനി രസവാക്കും ഇമ്പക്കറക്കഴുത്തും കരണക്കന്നി ചുരുത്തിട്ട് ഇമ്പിടും മഹർവീതി കരിമച്ചെപ്പു കവുത്തിട്ട് സമ്പ്രദായമോ കുഞ്ഞിക്കിണ്ണമി വട്ടം ചുറ്റിട്ട് സാരസ കനിയുറുമാ പഴമോ മുലുകയുമൊത്തിട്ടേ ചെപ്പാനെ പഴുങ്കക്കുടമോ ചരിയാതലയാതെ നിൽപ്പാനെ തരമെപ്പോഴും അപ്പടി കപ്പിലമെർപ്പടി പൊൽപ്പാനെ
കൊതിയാലെ കവലിളകിടും സുത്ത വളുതമ സുവസ്ത പത്രമോ വയർ മട്ടത്തുരകിത് കച്ചിട്ടൊരു പിടിതകതകജം തങ്കത്ത തിങ്കിണ കൃതി കിട സംസരിതം കിള്ള തകധിമി താളം കൃത ജുഞ്ചുമൃതം സ്വർഗതലമിലെ പല ധ്വനി കളിച്ചിരി കുഴലികൾ സംകൃത പമകരി തങ്കത്തുങ്കത്ത ധിങ്കിണ തിംകൃത തിമികിട മേളം തകധം തരി സരി ഗമ തക്കിടജത്തി തിങ്കിണ നിംധിമി താളം കൃത താളം സംകൃത പമകരി തങ്കത്തുങ്കത്ത ധിങ്കിണ തിംകൃത തിമികിട മേളം തകധം തരി സരി ഗമ തക്കിടജത്തി തിങ്കിണ നിംധിമി താളം കൃത താളം നിംധിമി താളം കൃത താളം നിംധിമി താളം കൃത താളം. ഓ, എവിടെയാണ് ശ്വാസം വിടുന്നതെന്ന് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇത് സംസ്കൃതം പഠിച്ചതിൻ്റെത് അറിയാനുണ്ട്. കാര്യം നമ്മള് സാധാരണ ഒരു മാപ്പിളപ്പാട്ടില് തായും ധായും ഒക്കെ ഒരുപാട് ഉറപ്പിച്ച് പാടുന്നത് നമ്മൾ കേൾക്കാറില്ല. പക്ഷെ അത് നന്ദനയുടെ പാട്ടിൽ അറിയാനുണ്ട്. അതുപോലെ തന്നെ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമുക്കൊരു ആ ഒരു ഒഴുക്കോട് കൂടി തന്നെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് പെട്ടെന്ന് പഠിച്ചെടുത്തതാണോ ഇത്? അല്ല, ഞാന് ഇതും ഈ പറഞ്ഞ പോലെ എല്ലാം സ്കൂൾ ലെവലിൽ നിന്ന് തന്നെയാണ് പഠിച്ചിരിക്കണേ. ഇതും ഞാൻ CBSE കലോത്സവത്തിന് പാടിയിട്ടുണ്ട് മാപ്പിളപ്പാട്ട്. എനിക്ക് അവിടെ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മെഡിക്കൽ കലോത്സവത്തിനും ഞാനിതിന് പങ്കെടുത്തിരുന്നു. എനിക്ക് പ്രൈസ് കിട്ടിയിരുന്നു. ഞങ്ങൾ സോൺ എന്നാണ് അതിനെ പറയുക. ഞങ്ങളുടെ KUHS കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കലോത്സവമാണ്. അപ്പോൾ അതിനും ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് 3rd കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാപ്പിളപ്പാട്ട് ഈ പറഞ്ഞ പോലെ തന്നെ സ്കൂൾ ലെവലിൽ നിന്ന് പഠിച്ചതാണ്. അത് തന്നെയാണ് ഇങ്ങനെ തുടരണത്. പക്ഷെ ഈ അക്ഷരശ്ലോകം, മാപ്പിളപ്പാട്ട് ഇത് രണ്ടും 2 തരത്തിലുള്ളതാണ്. എല്ലാ തരം പാട്ടുകളോടും ഒരു താല്പര്യമുണ്ട് അല്ലേ? എനിക്ക് വെറൈറ്റി ആയിട്ടുള്ളത് ഇഷ്ടമാണ്. പക്ഷെ പഠിക്കാൻ സമയം എടുക്കുമെങ്കിലും എനിക്ക് പൊതുവെ അങ്ങനെ വ്യത്യസ്തപ്പെട്ട എന്തെങ്കിലും നോക്കി പഠിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ പ്രശ്നം വരാറുള്ളത് എവിടെയാ? സംസ്കൃതത്തിനോട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ മാപ്പിളപ്പാട്ട് പാടിയപ്പോ തന്നെ ഇപ്പൊ എന്നോട് കോളേജിൽ നിന്ന് മാമൊക്കെ പറയണത് അറബിക് റെസിറ്റേഷന് പോണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാനൊന്ന് നോക്കിയപ്പോ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ മാപ്പിളപ്പാട്ട് തന്നെ കുറച്ച് മലയാളിത്വം കൂടെ അതിൽ വരുന്നുണ്ട്. അറബി എന്ന് പറയുമ്പോ ഫുള്ളായിട്ട് അറബി തന്നെ പഠിക്കുകയും പാടുകയും വേണം. പിന്നെ അതുപോലെ തന്നെ അക്ഷരശ്ലോകം, ഞാൻ സംസ്കൃതം റെസിറ്റേഷൻ ചെയ്യുന്ന കാരണം അക്ഷരശ്ലോകം ഒന്ന് ട്രൈ ചെയ്തുകൂടി എന്നോട് കോളേജിൽ നിന്ന് ചോദിച്ചു. അതും ഈ പറഞ്ഞ പോലെ ഒരു ആഗ്രഹമുണ്ട്. അതാണ് ഇനി ഞാൻ അടുത്തത് എക്സ്പെരിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തൊരു പാട്ടിലേക്ക് കിടന്നാലോ? ഞാനൊരു ഭജൻ പാടാന്ന് വിചാരിക്കുന്നു. ഗണപതി സ്തുതിയാണ്. മുദാകരാതമോദകം സദാ വിമുക്തി സാധകം കലാധരാവതംസകം വിലാസി ലോകരക്ഷകം അനായകൈകനായകം വിനാശി ദേവദൈത്യകം നതാശുഭാശുനാശകം നമാമി തം വിനായകം. നതേതരാതിഭീകരം നവോദിതാർക്കഭാസ്വരം നമത്സുരാരി നിർജ്ജരം നദാതികാപദുദ്ധരം സുരേശ്വരം നിതീശ്വരം ഗജേശ്വരം ഗണേശ്വരം മഹേശ്വരം തമാശ്രയേ പരാത്പരം നിരന്തരം. സമസ്തലോകശങ്കരം നിരസ്തദൈത്യകുഞ്ജരം ധരേധരോധരം വരം വരേ ഭവക്ത്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതാം നമസ്കരോമി ഭാസ്വരം. അകിഞ്ചനാർത്തിമാർജനം ചിരന്തനോക്തിഭാജനം പുരാരി പൂർവനന്ദനം സുരാരി ഗർവചർവണം പ്രപഞ്ചനാശഭീഷണം ധനഞ്ജയാ വിഭൂഷണം കപോലധാനവാരണം ഭജേ പുരാണവാരണം.
നിതാന്ത കാന്ത ദന്ത കാന്തിമന്ത കാന്തകാത്മജം അചിന്ത്യ രൂപമന്തഹീനമന്തരായ കൃന്തനം ഹൃതന്തരേ നിരന്തരം വസന്തമേവ യോഗിനാം തമേകദന്തമേകതം വിചിന്തയാമി സന്തതം. മഹാഗണേശ പഞ്ചരത്നമാദരേന യോന്വഹം പ്രജൽപതി പ്രഭാതകേ ഹൃദി സ്മരൻ ഗണേശ്വരം അരോഗതാമദോഷതാം സുസാഹിതിം സുപുത്രതാം സമാഹിതായുരഷ്ടഭൂതിമഭ്യുപൈതി സുചിരാ. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ പാഹി മാം. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ രക്ഷ മാം. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ പാഹി മാം. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ രക്ഷ മാം. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ രക്ഷ മാം. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ രക്ഷ മാം. വാക്കുകൾ കൊണ്ടുള്ള കളി ഭയങ്കര ഇഷ്ടമാണല്ലേ? ഓക്കെ. പലതരത്തിലുള്ള ഒരു ജോണർ പാടിയെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനൊക്കെ പ്രോത്സാഹനം ആരാണ് തന്നത് ഏറ്റവും കൂടുതൽ? എല്ലാ പ്രോഗ്രാമും ചെയ്യണം അല്ലെങ്കിൽ പങ്കെടുക്കണം എന്ന് പറയണത് അമ്മയും അച്ഛനും തന്നെയാണ്. അവർ തന്നെയാണ് ബിഗ്ഗസ്റ്റ് സപ്പോർട്ട്. കാരണം ഏതൊരു പ്രോഗ്രാമും അമ്മയാണെങ്കിലുള്ളത് അന്വേഷിച്ച് കണ്ടെത്തും എന്തൊക്കെ പ്രോഗ്രാമുകളാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ കോളേജിലിരിക്കുമ്പോ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മാത്രമാണ് അമ്മയ്ക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള മാക്സിമം കാര്യങ്ങൾ അമ്മ എന്തായാലും നോക്കി വെക്കാറുണ്ട്. പിന്നെ യുവവാണിയിൽ വന്നതുപോലെ അതുപോലെ തന്നെ അത് തന്നെ. പിന്നെ ആണെങ്കിൽ അതിൽ കൊണ്ടുപോകാനും ഉള്ള എല്ലാ സപ്പോർട്ടും ചെയ്യണത് അച്ഛനാണ്. അച്ഛൻ വണ്ടി എടുത്ത് നമ്മളെ കൊണ്ടാക്കണതാണ് അച്ഛന്റെ സന്തോഷം. ഇതിനെല്ലാം ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞുള്ളതാണ് അമ്മയുടെ ആഗ്രഹം. അപ്പോൾ ഇപ്പൊ ഈ ഒക്ടോബറിൽ നവരാത്രി വരും. അപ്പൊ എല്ലാ നവരാത്രിക്കും എനിക്ക് പാടാനൊരു അവസരം ഒരുക്കി തരുന്നുണ്ട്. ഞാൻ പാട്ട് പഠിച്ചത് സുജാത ടീച്ചർ, സുനിൽ സാർ എന്ന് പറഞ്ഞ 2 വ്യക്തികളുടെ അടുത്താണ്. അപ്പൊ സുനിൽ സാർ എനിക്ക് ഇപ്പോഴും, ഇപ്പൊ ഞാൻ പാട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു, അപ്പൊ ഇപ്പോഴും എനിക്ക് സാർ എനിക്ക് അവസരം തരുന്നുണ്ട് നവരാത്രിക്ക് പാടാനൊക്കെ. അത് അമ്മ ഇങ്ങനെ ചോദിച്ച് അമ്മയാണെങ്കിൽ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കണം എന്നുള്ളത് അമ്മയുടെ ആഗ്രഹമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അമ്പലത്തില് അച്ഛൻ കൊണ്ടുപോകും. ഇവർ 2 പേരാണ് ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് എന്ന് തന്നെ പറയാം. ഓക്കെ. അപ്പൊ സംഗീതം ഇടയ്ക്ക് വെച്ച് നിർത്തിയെങ്കിൽ പോലും അത് തുടരുന്നു എന്നുള്ളതാണ്. ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടാണെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാറ്. അത് എന്ത് പറ്റി സംഗീതം നിർത്താൻ? +2 വരെ നന്നായിട്ട് പോയിരുന്നതാണ്. പിന്നെ പിന്നെ കോളേജിൽ ചേർന്നപ്പോ നമ്മൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കണേ. എല്ലാം കൂടെ ഭയങ്കര ശരിയാണ്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും സംഗീതത്തിന്റെ ആണെന്നുണ്ടെങ്കിലും. പക്ഷെങ്കിൽ കുറച്ച് ബിസി ഷെഡ്യൂൾ ആവും. ഒന്നാമത് പ്രൊഫഷണൽ കോഴ്സിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ രണ്ടും കൂടെ ഒത്തുകൊണ്ടുപോകാൻ കുറച്ച് പാടാണ്. അപ്പൊ ഞാൻ പിന്നെ അതൊന്ന് പോസ് ചെയ്തു. ഇനിയിപ്പോ എനിക്ക് ആഗ്രഹമുണ്ട്, ശരിക്കും ആഗ്രഹമുണ്ട്, ഈ കോഴ്സ് കഴിഞ്ഞിട്ട് എന്തായാലും ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കണു ഭാവിയില്. കോഴ്സ് എന്തായാലും കഴിയാറായി. അതെ. ഈ ഫൈനൽ ഇയർ കഴിഞ്ഞ ഒരു വർഷം ഇന്റേൺഷിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ PG ക്ക് പോവാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു സമയം ഇതിനും കണ്ടെത്തണമെന്ന് ആഗ്രഹമുണ്ട്. ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ യുവവാണിയുടെ ഈ ഭാഗത്തിലെ അവസാന ഗാനത്തേക്ക് കിടക്കാം. ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന മൂവിയിലെ സോങ് ആണ്. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും വേനൽ കുരുന്നിന്റെ തൂവലായി തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിൻ്റെ ഈണങ്ങളെ തേടുന്ന കാറ്റിൻ്റെ ഓളങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാളിൻ സംഗീതമായി പുല്ലാങ്കുഴൽ നാദമായി. ഉണ്ണികളെ ഒരു കഥ പറയാം
ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടത് യുവ കലാകാരി നന്ദന ദേവി രാജേഷ് പങ്കെടുത്ത യുവവാണിയുടെ ആദ്യ ഭാഗം. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. എല്ലാവർക്കും നന്ദി. കൊച്ചി ആകാശവാണിയുടെ